കണ്ണൻ. ഇപ്പോൾ അടുത്തിടെ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ എക്യുപ്മെൻ്റാണ് സൗണ്ട് ബാർസ്. അപ്പോൾ എന്താണ് സൗണ്ട് ബാർസ്, എന്താണ് സൗണ്ട് ബാർസും ഹോം തിയേറ്ററും തമ്മിലുള്ള ഡിഫറൻസസ് എന്നിവയ്ക്ക് പറ്റിയെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. CRT ടി വികളൊക്കെ വളരെയധികം ഡെപ്ത് ഉണ്ടായിരുന്നു, പിന്നിലേക്ക് കുറച്ച് നീളം ഉണ്ടായിരുന്ന ടി വികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ സ്പീക്കേഴ്സും ഈവൻ സബ് വൂഫേഴ്സും അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ടി വികൾക്ക് വളരെ നല്ല സൗണ്ട് ഔട്ട്പുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ LCD ടി വികളും അത് കഴിഞ്ഞ് LED ടി വികളും പോപ്പുലർ ആയതോടെ ടി വികളുടെ വീതി വളരെയധികം കുറഞ്ഞു, കനം വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഈവൻ 4mm 5mm വരെയുള്ള ടി വികളടക്കം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനെ വലിപ്പം കൂടിയതോടുകൂടി നമ്മളതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെയധികം കുറയുന്നതായിട്ട് കണ്ടുവരുന്നു. ബിക്കോസ് നമുക്ക് നന്നായിട്ടൊരു സൗണ്ട് പെർഫോം ചെയ്യണമെങ്കിൽ സ്പീക്കേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചേംബർ വേണം. എസ്പെഷ്യലി മിഡ് റേഞ്ചും ലോ എൻഡും ബേസും കിട്ടണമെങ്കിൽ സ്പീക്കേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബോക്സ് വേണം. പക്ഷേ ഇങ്ങനത്തെ തിൻ ടി വികളിൽ ഇതുപോലത്തെ ബോക്സ് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. പണ്ടത്തെ CRT ടി വികൾ ബാക്കിലേക്ക് ഇഷ്ടംപോലെ നീളമുണ്ടായിരുന്നുകൊണ്ട് അതിനുള്ളിൽ സ്പീക്കേഴ്സിന് വേണ്ട ചേമ്പേഴ്സിനുള്ള സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, പുതിയ ടി വികളുടെ ഫ്രണ്ടിൽ മുഴുവൻ സ്ക്രീനാണ്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഫ്രണ്ടിലേക്ക് കാണുന്നില്ല, ഗ്രിൽസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കാണില്ല. സൈഡിൽ നിന്നാണ് മിക്ക ടി വികൾക്കും സൗണ്ട് ഫയറിങ് വരുന്നത്. അപ്പോൾ ഡയറക്ടിവിറ്റിയും ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇങ്ങനെ ഡയറക്ടിവിറ്റി പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് LCD ടി വികൾ LED ടി വികളിലും ഈ വണ്ണം കുറഞ്ഞ ടി വികളിൽ സൗണ്ട് ക്ലാരിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് സൗണ്ട് ബാർസ് വന്നത്. അതിൻ്റേതായിട്ടുള്ള സ്പീക്കേഴ്സിനും വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, അതിനുള്ള ചേമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ബെറ്റർ ബേസ് നമുക്ക് കിട്ടും. ബിക്കോസ് അതിൽ സബ് വൂഫേഴ്സും മിക്ക സൗണ്ട് ബാർസിലും സബ് വൂഫേഴ്സും വൂഫേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഒരു സൗണ്ട് ബാറിൻ്റെ ഇൻറ്റേർണലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഈ സ്പീക്കർ ഡ്രൈവേഴ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ സ്പേസ് ഉണ്ട്. നമ്മുടെ LED ടി വികളിലോ LCD ടി വികളിലൊന്നും ഇതുപോലെ സ്പേസ് ഉണ്ടായിരുന്നില്ല. സ്പേസ് വളരെ കുറവായിരുന്നു ഒരു സ്പീക്കർ ചേംബർ ഫിറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് റെസ്പോൺസും മിഡ് റേഞ്ച് റെസ്പോൺസും കമ്പാരിറ്റീവ്ലി മോശമായിരുന്നു. പകരമായിട്ടാണ് നമ്മുടെ സൗണ്ട് ബാർസ് വന്നത്. അപ്പോൾ സൗണ്ട് ബാർസിൽ ബേസ് വീണ്ടും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പുതിയ മോഡൽ സൗണ്ട് ബാർസിലെല്ലാം ഒരു അഡീഷണൽ സബ് വൂഫറും കൂടി വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സബ് വൂഫറും കൂടി വന്നു കഴിയുമ്പോൾ നല്ല ക്ലാരിറ്റി സൗണ്ട് തന്നെ നമുക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ നമ്മളൊരു സൗണ്ട് ബാർ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ല സൗണ്ട് തന്നെ കിട്ടുന്നതാണ്. നല്ല ഒരു സബ് വൂഫർ കൂടിയുള്ള മോഡലാണെങ്കിൽ സിനിമയൊക്കെ കാണാൻ പറ്റിയൊരു എഫക്റ്റ് കിട്ടും. പക്ഷേ ഇതിലും നമുക്കൊരു പ്രശ്നം വന്നിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സറൗണ്ട് സൗണ്ടിൻ്റെ പ്രശ്നം വന്നിരുന്നു. ഒരു ഹോം തിയേറ്റർ തന്നെ വേണ്ടിയിരുന്നു സറൗണ്ട് സൗണ്ട് കിട്ടാൻ. എല്ലാ സൈഡിൽ നിന്നുള്ള സ്പീക്കേഴ്സും ബാക്കിലും സ്പീക്കേഴ്സും 5.1 അല്ലെങ്കിൽ 7.1 ഒക്കെ ആയിട്ടുള്ള ഹോം തിയേറ്റർ വേണ്ടിയിരുന്നു. പക്ഷേ ഹോം തിയേറ്ററിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം തിയേറ്ററിന് ഈ ബാക്കിലുള്ള സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് അതിലേക്കുള്ള വയറുകൾ വളരെയധികം വേണം. അപ്പോൾ ഒരു ഹോം തിയേറ്ററിൽ തന്നെ എൻ്റെ പിന്നിൽ നോക്കി കാണാം കുറേയധികം വയേഴ്സ് ഉണ്ടാവും എല്ലാ സ്പീക്കേഴ്സിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂടുതൽ വയേഴ്സ് വന്നതുകൊണ്ട് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിലെല്ലാം വയറ് കിടക്കും, അതാകെ ഒരു മെസ്സായിട്ട് മാറും. പിന്നെ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് വയറിങ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും അതിനുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സൗണ്ട് ബാർസ് ഇതൊരു പരിധിവരെ പരിഹരിച്ചെങ്കിലും നമ്മുടെ ഈ സറൗണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ സൗണ്ട് ബാർസ് വന്നിരിക്കുന്നത്. സൗണ്ട് ബാർസ് വിത്ത് സറൗണ്ട് സൗണ്ട്. പല സൗണ്ട് ബാർസും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സറൗണ്ട്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാർസ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ബാറിൻ്റെ ഉള്ളിൽ തന്നെ പല ആംഗിളിൽ സ്പീക്കേഴ്സ് ഉണ്ട്. ചെറിയ സ്പീക്കേഴ്സുകൾ അതിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്നത് യമഹയുടെ ഒരു മോഡലാണ്. വളരെയധികം സ്പീക്കർ ഡ്രൈവറുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിൽ ഓരോ സ്പീക്കറിൻ്റെയും ആംഗിൾ വ്യത്യാസമാണ്, പല സൈഡിലേക്ക് തിരിഞ്ഞാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദവീചികൾ നമ്മുടെ ചുമരിലും സീലിങ്ങിലും എല്ലാം തട്ടി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു സറൗണ്ട് സൗണ്ട് എഫക്റ്റ് കിട്ടും. നമുക്കൊരു ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. ഡോൾബി അറ്റ്മോസിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ DTS-Xൻ്റെ എഫക്റ്റ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആംഗിളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്പീക്കേഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഇത് യമഹയുടെ സൈറ്റിലുള്ളതാണ്. അവരെ മുകളിൽ അറ്റ്മോസ്ഫിയർ താഴെ നിന്നുള്ള ശബ്ദവീചികൾ മുകളിലേക്ക് പോയി സീലിങ്ങിൽ തട്ടി താഴേക്ക് വന്ന് നമുക്കൊരു അറ്റ്മോസിൻ്റെ എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ സൈഡിൽ കൂടി സൈഡിലുള്ള ചുമരുകളിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വന്നത് നമുക്ക് 5.1-ൻ്റെയോ 7.1-ൻ്റെയോ ഒക്കെ എഫക്റ്റ് നമുക്ക് കിട്ടും.
അപ്പോൾ ഇങ്ങനെ സൗണ്ട് ബാർസ് സറൗണ്ട് സൗണ്ടിൻ്റെ ഒരു എഫക്റ്റും കൂടി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിൽ കിട്ടുന്ന സൗണ്ട് എഫക്റ്റ് ഇതിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് പല ഫാക്ടേഴ്സും ഉണ്ട്. നമ്മുടെ വാൾസ് എങ്ങനെയാണ്, ചിലപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡിൽ ചിലപ്പോൾ ഒരു വാൾ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നിരിക്കില്ല. പല വീടുകളിലെയും ഹോളിന് ചിലപ്പോൾ ഒരു സൈഡിൽ വാൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് പകരം വാതിലായിരിക്കും ചിലപ്പോൾ അവിടെ, അല്ലെങ്കിൽ വേറെ റൂമിലേക്കുള്ള ഒരു കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചില്ല് ഒരു സൈഡിൽ ചില്ല് കൊണ്ടുള്ളൊരു വാളായിരിക്കാം, ചിലപ്പോൾ മറ്റേ സൈഡിൽ വരുന്നത് ബ്രിക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു നോർമലായിട്ടുള്ളൊരു റൂമിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് സറൗണ്ട് സൗണ്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സൗണ്ട് ബാർസ്. സൗണ്ട് ബാർസിനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ബാർസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോർമൽ ആയിട്ടുള്ള സൗണ്ട് ബാർസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വൂഫേഴ്സും ട്വീറ്റേഴ്സൊക്കെ ഉണ്ടാകും. അത്യാവശ്യം നമ്മുടെ LED ടി വിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൗണ്ടിനേക്കാളും വളരെ നല്ല സൗണ്ട് ബാർസ് വെച്ചാൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു റൂമാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റാണ്, അവിടെ നിങ്ങൾക്കത് ഈ വയേഴ്സും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ അറ്റ്മോസ് ഉള്ള സൗണ്ട് ബാർസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ DTS:X ഉള്ള സൗണ്ട് ബാർസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സൗണ്ട് ബാർസും ഹോം തിയേറ്ററും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.